നമസ്കാരം, ഞാൻ മൃണാൾ. ഈ കൊച്ചിയിലെ ഷവർമ ബെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പരിപാടി പ്രതിസന്ധിയിലായി പോയേനെ. ഷവർമക്കാരൊക്കെ അയോധ്യയിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ അയോധ്യ എന്ന് പറഞ്ഞ് വെജിറ്റേറിയൻ ഷവർമ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ടൊക്കെ എല്ലാവരും കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് നമ്മൾ 15ാമത്തെ ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കുകയാണ്. ഇതും പള്ളുരുത്തി ഫോർട്ട് കൊച്ചി ഭാഗത്താണ്. കാക്കനാട് ഭാഗത്ത്, എടപ്പള്ളി ഭാഗത്ത്, പള്ളുരുത്തി ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഇത്രയും സ്ഥലങ്ങളിൽ ഷവർമക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ രൂപപ്പെട്ടതായിട്ട് ഇത്രയും നമ്മളുടെ റിസർച്ചിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരാൾ ഈയിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞു, ഷവർമ കഴിച്ചിട്ടാണെന്നും പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, എവിടുന്ന ഷവർമ കഴിച്ച്? ഇന്ന് കടയുന്ന സാറേ. എത്ര ഷവർമ കഴിച്ചു? 6 എണ്ണം സാറേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഷവർമയുടെ അല്ലടാ കുഴപ്പം, നിന്റെ പ്രാന്തം തീറ്റയുടെയാണ്. എന്താ ചെയ്യുക? കുറേ ടിഷ്യൂ ഒക്കെ ഉണ്ട്, കെച്ചപ്പും ഉണ്ട്, പിക്കിളും ഉണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. എത്ര വലിയ ഷവർമയാ! ബ്രെഡിന്റെ മുകളിൽ ഇങ്ങനെ കാണാം. ഇവിടെ ആവശ്യത്തിന് ബ്രെഡേ ഉള്ളൂ ടോപ്പിൽ. ലൈക്ക് ബ്രെഡ് സൈഡിൽ വളരെ തിന്നായിട്ടേ ഉള്ളൂ. ചിക്കൻ ഇതിൻ്റെ സൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ അറ്റത്തേക്ക് എത്തുന്നില്ല, കാരണം അത്രയും തിക്കാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾക്ക്, പുതുതായിട്ട് തുടങ്ങുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് എന്ത് സൂപ്പർ പേരുകളല്ലേ. നമുക്ക് 14ാമത്തെ ഷവർമ കിട്ടിയത് കലൂരുള്ള ടിക്ക ആൻഡ് കബാബ് അമീൻ. എന്താ പേര്! സൂപ്പറായിട്ടുണ്ട്. നല്ല പഫ്സ് എന്നൊക്കെ പറയുന്ന പോലില്ലേ. കലൂർ ഭാഗത്ത് ധാരാളം ഷവർമ കടകളുണ്ട്, നല്ല കടകളുമുണ്ട്. പക്ഷെ അതൊന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ നടന്നു പോകാവുന്ന ദൂരത്തിലല്ല. ഇതങ്ങനല്ല, ഇത് ഒത്ത കലൂരിൻ്റെ നടുവിലാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു പോയി ഷവർമ മേടിക്കാൻ പറ്റും. പാക്കിങ്ങിന് എത്ര രൂപയാ ചിലവാകുന്നതല്ലേ ഫുഡിൽ? വളരെ പൈസയല്ല. ഇതിൻ്റെ പാക്കിങ്, ഈ ബാഗ്, ഈവൻ ഇത് ഒക്കെ കൂടെ നല്ലൊരു സംഖ്യ ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഈ ഷവർമയുടെ വിലയുടെ 10% ആയിട്ടുണ്ടാവും. അതിൽ കുക്കുംബർ ക്രിസ്പി അല്ല, ഇത് പൊളിച്ചെടുക്കാൻ വലിയ പാടാണ്. പെട്ടെന്ന് കിട്ടി, രക്ഷപ്പെട്ടു. കുക്കുംബർ ക്രിസ്പി അല്ല, പിന്നെ ആവശ്യത്തിൽ കൂടുതലൊരു ഉപ്പുണ്ട്. നല്ല രസമുണ്ട് കഴിക്കാൻ. നൈസാണല്ലോ. കൊള്ളാം. നല്ല ചിക്കൻ, നല്ല ബ്രെഡും നല്ല സോസും. കൊള്ളാം. അടുത്ത ഷവർമയ്ക്ക് നമ്മൾ എടപ്പള്ളിയിലേക്ക് തിരിച്ച് പോവുകയാണ്. കൊച്ചിയിലെ 13ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ ഫലാഫൽ ദുബായ്. ഇവിടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ പടം, ദുബായ് റൂളറുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. പക്ക ദുബായ് സെറ്റപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഷവർമ കുത്തിയത് കണ്ടിട്ട് അത്ര ദുബായ് സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പായിട്ടാണ് തോന്നിയത്. നാട്ടിലെ സെറ്റപ്പിനുള്ള വില മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. അതും കൂടെ നമ്മൾ പറയണമല്ലോ. ഇത് ബീട്രൂട്ട് ആയിരിക്കുമല്ലോ. ഇത് കോഫി ഹൗസിൻ്റെ അല്ല. അയ്യോ, ഇത് എവിടുന്ന് തുറന്നാലോ തുറക്കാൻ പറ്റും. ഇവിടെ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിൽ. ഐഡിയ കൊള്ളാം, പക്ഷേ കുറച്ച് പിക്കിളാവാനുണ്ട്. 80 രൂപയുടെ ഷവർമയാണ്. 80. ഇത് മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡ് കുബൂസാണ്. സ്റ്റാൻഡേർഡ് കുബൂസ് ഷവർമ ഉണ്ടോ? ക്യാബേജ് ഉണ്ടാവല്ലേ. സിമ്പിൾ ഷവർമ, നല്ല ചിക്കൻ,
സ്പൈസസ് ഒക്കെ ഉണ്ട്. ഒരു കേരളവൽക്കരണം നടന്നിട്ടുണ്ട്. നല്ല ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടല്ല പറയുന്നത്, ചിക്കൻ്റെ ടേസ്റ്റ്, കുക്കിംഗ് അത് കിട്ടില്ല. അടുത്ത ഷവർമയ്ക്ക് പിന്നെയും നമ്മൾ തിരിച്ച് കാക്കനാടേക്ക് തന്നെ പോകണം. കാക്കനാട്, കലൂര്, ഫോർട്ട് കൊച്ചി, എടപ്പള്ളി, ഇതാണ് ഷവർമ കേന്ദ്രങ്ങൾ. 12ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് ഷവർമ എന്നാണ്. VE ആണ്. VA ആയിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കുന്നു ഏതെങ്കിലും വർമ്മയുടെ ആയിരിക്കുമെന്ന്. ഈ വർമ്മമാർ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള രാജകുമാരന്മാരുടെയൊക്കെ റീലുകൾ ഈ അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. വിധേയത്വത്തോടു കൂടി അതൊക്കെ കാണിക്കുന്ന ധാരാളം ആളുകളെയും കണ്ടു. പക്ഷേ ഇവിടുത്തെ പാക്കേജിങ്ങും സെറ്റപ്പൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ രാജകുലീന സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ല. ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ പൊതിയാണ്. ഷവായി ഉണ്ടാക്കാൻ തോന്നുന്നു, മൊത്തം പുകയാണ്. സോറി, ഷവായി അല്ല, അൽഫാം. ഇത് മെക്ഡൊണാൾഡ്സിന്റെ കവറാണല്ലോ. ആഹാ, മെക്ഡൊണാൾഡ്സിന്റെ കവർ അടിച്ചു മാറ്റിയിട്ട് ഷവർമ വെക്കുക അല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഏതോ മെക്ഡൊണാൾഡ്സിൽ ഏതോ ഒരാൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ടല്ലോ. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, അതൊരു പുട്ട് ഓഫാണ്. ചിക്കൻ കിടിലോ. ക്യാപ്സിക്കം കയറി വരണം. ഇതൊരു കുറച്ച് സ്പൈസി ഷവർമയാണ്. നല്ല ബ്രെഡ്, നല്ല ബ്രെഡ്. ക്യാപ്സിക്കം ഇല്ലായിരുന്നെങ്കിൽ തകർത്തേനെ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ക്യാപ്സിക്കം പറക്കി മാറ്റി കഴിച്ചാൽ മതി. ഇഷ്ടമുള്ളവർക്ക് പിന്നെ തീരെ സ്പൈസിയാണ്. ഇഷ്ടമുള്ളവർക്ക് പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. ക്യാപ്സിക്കം ആക്ച്വലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. വെറുതെ ഷവർമ കുത്തി നടക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. എനിവേ, അതൊക്കെ ഓരോരാളുടെ ഇഷ്ടം. 11ാമത്തെ ബെസ്റ്റ് ഷവർമയ്ക്ക് തിരിച്ച് വി ആർ ബാക്ക് ടു ഫോർട്ട് കൊച്ചി, റെസ്റ്റോറൻറ്റ് 43. ഇതിൻ്റെ അഡ്രസ്സ് സൗദി എന്നാണ്. സൗദി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. കേട്ടിട്ടില്ലേ? സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ, അത് നടക്കുന്ന സൗദിയിലാണല്ലോ. സൗദി സബാട്ടി എന്ന് കേട്ടിട്ടില്ലേ? ഏതൊരു സിനിമയിൽ പറയുന്ന പേരാണ്. എൻ്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ അത് ഛോട്ടാ മുംബൈയിലാണ്. ഫോർട്ട് കൊച്ചി ബേസ് ചെയ്തിട്ട് വന്ന സിനിമകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണല്ലേ. അതുപോലെ എൻ്റെ ഫോർട്ട് കൊച്ചിയിലെ ഷവർമകളും പ്രത്യേകതകളും എക്സൈറ്റ്മെൻറ്റും. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളുടെ ഓഫീസിന് ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി സജസ്റ്റ് ചെയ്ത കടയാണ്. എന്ന് വെച്ചാൽ ദർ ഇസ് നോ ബയസ്. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയും. കക്കിരിക്ക കട്ട് ചെയ്ത് തിന്നുക, പിക്കിളിൽ ക്യാബേജും, ടേസ്റ്റ് ഉണ്ട്. ഷവർമയ്ക്ക് 100 രൂപയാണ്. 100 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൈസാണ്. ഭയങ്കര തിൻ ബ്രെഡാണല്ലോ. ആ കടിച്ചതിൽ മൊത്തം ബ്രെഡായി പോയി. നല്ല ബ്രെഡാണ്. ഈ സൈഡിൽ ബ്രെഡ് ഇങ്ങനെ കൂടുതൽ വെക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ച്യൂയി ആയിട്ടുള്ള ബ്രെഡല്ല. കുറെ കാക്കയുണ്ടല്ലോ. കാക്ക തൂറി അറിയില്ല, മയണൈസാന്ന് വിചാരിച്ചോളൂ. കിടിലൻ ചിക്കൻ. ഈ ഷവർമയ്ക്കും ഞാൻ ഇന്ന് വരെയുള്ള ഒരു ഷവർമയിലും കണ്ടിട്ടില്ല അതൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അറേബ്യൻ ഷവർമ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ കണ്ട കാര്യമാണ് പറയുന്നത്. അറേബ്യൻ സ്റ്റൈൽ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. ഇതിന് ചിക്കൻ ബ്രോസ്റ്റിൻ്റെ ഷവർമ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. മധുരമുള്ള ഷവർമയോ, നന്മയുള്ള ലോകം എന്നൊക്കെ പറയുന്ന പോലെ മധുരമുള്ള ഷവർമ സംഭവങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ബ്രെഡ് മുഴുവൻ ഈ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുക. ഒരാൾ ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ അതിന് ബ്രെഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു ചിക്കൻ ഒളിച്ചിരിക്കുന്നുണ്ട്.